Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good Afternoon, ma'am. afternoon, ma'am. Good afternoon, ma'am. Yes. So let's start. Huh? Yes, ma'am. Yes. Yes. So once again, good afternoon. Good afternoon. Okay. എത്ര കുട്ടികൾ നമുക്ക് ക്ലാസ്സിൽ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ഐ തിങ്ക് ദ സ്ട്രെങ്ത് ഈസ് സോ ലെസ്. കുറച്ച് പേരെ കയറിയിട്ടുള്ളൂ. വഴിയെ കാണാമായിരിക്കാം അല്ലേ? അതെ. അപ്പൊ കുട്ടികൾ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. 1:30 നമ്മുടെ ക്ലാസ്. 1:30 ക്ലാസ് എന്ന് പറയുമ്പോ ഒരു 1:28 എങ്കിലും മാക്സിമം നമ്മളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ചിലപ്പോ നമ്മൾ ലാസ്റ്റ് ടൈം 1:30 തന്നെ ആകട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാം കൂടി റഷ് ചെയ്യുമ്പോൾ നമുക്കത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ ലാഗ് വരും, താമസം വരും. അപ്പൊ ഐ തിങ്ക് അതിനേക്കാൾ ബെറ്റർ നമ്മളൊരു 1:25, നമ്മളിവിടെ 1:20 തുടങ്ങി, അല്ല 20 അല്ല 1:15 തുടങ്ങി. എന്താ പറയാ, ക്ലാസ്സസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങളുടെ സൂം മീറ്റിംഗിന്റെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പോഴേ തുടങ്ങി ജോയിൻ ചെയ്യാം. ഓക്കെ, വൈകാതെ കുറച്ചും കൂടി നേരത്തെ കയറാനായിട്ട് നോക്കുക. സോ ബിഫോർ സ്റ്റാർട്ടിങ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. എന്റെ പേര് നിഷ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് കോഴ്സ് പഠിക്കാണ് ഇവിടെ വന്നേക്കണേ? HR. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ഓക്കെ, സോ ആക്ച്വലി ഇന്ന് എന്താ പറയാ, നമ്മള് എന്താണ് ഈ കോഴ്സ്, അല്ലെങ്കിൽ ഹൗ ദിസ് കോഴ്സ് ബിക്കം സച്ച് എ പോപ്പുലർ കോഴ്സ്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കോഴ്സ് ഇത്ര വലിയ പോപ്പുലാരിറ്റി നേടി എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ക്ലാസ്സിൽ നമ്മൾ കയറിയിരിക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ്, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എത്ര മാസത്തെ കോഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും? 5 months. യെസ്. ഓക്കെ, 5 months കോഴ്സ് ആണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ പേരൊക്കെ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യു ആർ eagerly waiting what is this course about and its syllabus, അല്ലെ? എന്താണ് ഈ കോഴ്സ്, ഇതിന്റെ സിലബസ് എന്താണ്, അതിന്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോ സർ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നിരുന്നോ? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മളുടെ സാറ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളിപ്പോ എൻക്വയറി ചെയ്തപ്പോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും, കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ലോ ബഡ്ജറ്റ്, അല്ലെ? ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ
ബഡ്ജറ്റ് ഫീസിലുള്ള ഒരു കോഴ്സാണ്. സെയിം കോഴ്സ് തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരവരുടേതായ രീതിയിൽ അവരവരുടെ എന്താ പറയാ ഫീസ് ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാം. നമ്മൾ ഏറ്റവും കമ്പാരിറ്റീവ്ലി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറെ പേർക്കൊക്കെ ചിലപ്പോ അന്നേരം, അതായത് നമ്മൾ PRS ഒക്കെ നിങ്ങളോട് കോൺടാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് നിങ്ങൾ മറ്റ് ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയുക സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ക്ലാസ് എന്തായിരിക്കും, ഇത്രയും പൈസ കുറവില്ലല്ലേ, അപ്പൊ ക്ലാസ് ഒക്കെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ എന്താ പറയാ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ അതിന്റെ കുറെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ടീച്ചർ സാർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നപ്പോ തന്നെ ഓൾറെഡി അത്തരം കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ കുറെയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? റൈറ്റ്, ശരിയല്ലേ? അപ്പൊ ക്ലാസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടപ്പോ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഫേക്ക് ആയിരിക്കും, ചീറ്റിംഗ് ആയിരിക്കും, എനിക്ക് തോന്നാനുള്ള ഇതൊക്കെ ഇത്രയും പൈസക്കൊക്കെ നമ്മൾ പറ്റിക്കപ്പെടും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ ചിലപ്പോ ആളുകളിൽ നിന്നും അല്ലെ എല്ലാവരും നിങ്ങളൊക്കെ ശരിക്കും ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ടൊക്കെ ആണോ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഒക്കെ. അതിന്റെയൊക്കെ ഇതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് നമ്മളിപ്പോ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം സാർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തെറ്റൊന്നും വേണ്ട, യു നിങ്ങളുടെ ഒപ്പം നമ്മള് എല്ലാവരും തന്നെ ഉണ്ട്, ഒരു ടീം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലും നിങ്ങൾ എന്താ പറയാ ചീറ്റ് ചെയ്യപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ നമ്മളുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടാ? ഓക്കെ, ക്ലിയർ അല്ലേ? ആണ് നിങ്ങളുടെ മൊഡ്യൂൾസ്. ഇത് മൊഡ്യൂൾസ് ആയിട്ട് ഇതാണ് നിങ്ങളുടെ സിലബസ്. ഓരോ മൊഡ്യൂൾസിലും എന്താ പറയാ ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് 6 മൊഡ്യൂൾസ് ആകെ ഉള്ളൂ. പക്ഷെ 6 മൊഡ്യൂൾസിലും ഇച്ചിരി എളുപ്പമാണല്ലോ, കാരണം 6 മൊഡ്യൂളല്ലേ ഉള്ളൂ. പക്ഷെ 6 മൊഡ്യൂൾസിലും മാക്സിമം കണ്ടന്റുകൾ ഉൾപ്പെടുത്തി ഓരോ മൊഡ്യൂളിനെയും സബ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള തൊഴിലാളികളെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്തൊക്കെ നമ്മളുടെ ആവശ്യവുമാണ് നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളത്. ആ ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പല ഓർഗനൈസേഷൻസിലും ഉണ്ടാകുന്ന പല കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഇതിനകത്ത് ചാപ്റ്റർ വൈസ് നമുക്ക് മൊഡ്യൂൾ വൈസ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഫസ്റ്റ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ ഒരു സിസ്റ്റം എപ്പോഴാണ് വന്നത്, ഉടലെടുത്തത്, അതിന്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അതിന്റെ കുറെ കോൺസെപ്റ്റുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ്, ദാറ്റ് മീൻസ് ദ മാൻ പവർ ഓഫ് എൻ ഓർഗനൈസേഷൻ. എല്ലാ ചാപ്റ്റേഴ്സും ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ വിഭവം. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം അല്ലെ? അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ചെറിയ ഓർഗനൈസേഷൻസ് ഉണ്ട്, വലിയ ഓർഗനൈസേഷൻസ് ഉണ്ട്. ചെറിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ കുറച്ച് ജോലിക്കാരൊക്കെ മതി അല്ലെ? വലിയ ബിസിനസ് സംരംഭങ്ങളാകുമ്പോൾ ഒരുപാട് ജോലിക്കാരെ വേണം അല്ലെ? ഒന്ന് നോക്കിയേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് such a big ഓർഗനൈസേഷൻ, ഒരു വലിയ ഓർഗനൈസേഷൻ ആണ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇടയ്ക്ക് വല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. അപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ വായടപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീനിൽ പല സൗണ്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആകും, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ മാൻ പവർ, മനുഷ്യ വിഭവം, ഒരു ഓർഗനൈസേഷനിലും കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ അവിടെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ മൊഡ്യൂൾസ് ത്രൂ എല്ലാ മൊഡ്യൂൾസിലും. അപ്പൊ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. എംപ്ലോയീസിനെ എങ്ങനെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്നത്. തേർഡ് മൊഡ്യൂൾ ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ടു ഗിവ് ട്രെയിനിങ്. അടുത്ത മൊഡ്യൂളിൽ മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് നമ്മൾ പുതിയ ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് അവർക്ക്
ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് തേർഡ് ചാപ്റ്റർ അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂൾ വരിക. നെക്സ്റ്റ് വൺ ടാലന്റ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ്. അതായത് നല്ല നമുക്ക് എംപ്ലോയീസ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ അതിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള വളരെ കഴിവുള്ള മികവായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓൾ ദാറ്റ് തിങ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഫോർത്ത് മൊഡ്യൂൾ. നാലാമത്തെ മൊഡ്യൂളിൽ അതായിരിക്കും. അഞ്ചാമത്തെ മൊഡ്യൂളിൽ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന പല ബെനിഫിറ്റ്സ്, അതുപോലെ എംപ്ലോയീസിന്റെ റിലേഷൻസ് വിത്ത് ദ മാനേജ്മെന്റ്, പിന്നെ വിത്ത് ദ ട്രേഡ് യൂണിയൻസ്, എംപ്ലോയീസ് അവരുടെ മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധം, ട്രേഡ് യൂണിയൻസുമായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് മൊഡ്യൂൾ ഈസ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. എംപ്ലോയീസിന് ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, കംപ്ലൈന്റുകള്, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതായത് എംപ്ലോയീസിൽ ഉണ്ടാകുന്ന അതൃപ്തി, അസംതൃപ്തി, തൃപ്തിക്കുറവ്. പല മേഖലകളിലും അവർക്ക് തൃപ്തിക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എല്ലാം കൂട്ടായിട്ട് കുറെ എംപ്ലോയീസിന്റെ എല്ലാവരെയും കൂടി ഒരുമിച്ചുള്ള അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയും. അത്തരം ഗ്രീവിയൻസുകൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിക്സ്ത് മൊഡ്യൂളിൽ ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് അവർ സിലബസ്. ഇതാണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഒരു മൊഡ്യൂൾസിന്റെ ഒരു സം ടോട്ടൽ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, വൺസ് അഗൈൻ ഐ വിൽ ഷോ യു. നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുകയോ അതല്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ ഓഫീസ് ത്രൂ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ്, ഓരോ ദിവസം ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടു തരും. കാരണം ഇപ്പൊ തന്നെ 32 കുട്ടികളാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനിയും സ്റ്റിൽ കുട്ടികളുണ്ട് അവിടെ. 100 and above എന്തായാലും കുട്ടികളുണ്ട്. അപ്പൊ അത്രയും കുട്ടികൾക്ക് ബാക്കിയുള്ളവർക്ക് ഈ ക്ലാസ് ലൈവ് ആയിട്ടുള്ളത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് നമുക്കറിയാലോ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും ഇനി ലൈവിൽ അറ്റൻഡ് ചെയ്തു, സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ ക്ലാസ്സസ്, എന്നാലും നമുക്ക് ചില പോയിന്റിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് സംശയം വരും അല്ലെ, വായിച്ചൊക്കെ നോക്കുമ്പോ അപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ഒന്ന് ക്ലാസ് കാണേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരം ക്ലാസ്സുകളൊക്കെ എല്ലാ ദിവസവും, ഇന്നിപ്പോ ക്ലാസ് നടന്നാൽ നാളെ മോർണിംഗിൽ ആ ക്ലാസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി യു വിൽ ഹാവ് എ മോക്ക് ടെസ്റ്റ്. എടുക്കുന്ന പോർഷൻസിൽ നിന്ന് ആ ടീച്ചേഴ്സ് അവരവരുടെ എടുക്കുന്ന പോർഷൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇട്ട് തരും. സോ യു ഹാവ് ടു ആൻസർ ഇറ്റ് ആൻഡ് സബ്മിറ്റ് അല്ലെ. നമ്മളത് കണ്ടെത്തുക, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി അത് സബ്മിറ്റ് കൊടുക്കുക. സോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. എന്തിനാ, ആ എടുക്കുന്ന പോർഷൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതൊന്ന് വായിച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് അല്ല, നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം എന്ന് തന്നെയാ പറയുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു കോഴ്സ് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? സർട്ടിഫിക്കറ്റ് കിട്ടാനാണോ? അത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. സർട്ടിഫിക്കറ്റ് കിട്ടുക, എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം. ഈ ജോലി ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ജോലി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് ഞാൻ ആ കോഴ്സ് ചേർന്നുണ്ട്, ക്ലാസ്സിലൊന്നും കയറലൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ കയറും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോ കയറും. ലൈവ് ക്ലാസ് ഒക്കെ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തു, ബാക്കിയൊക്കെ റെക്കോർഡർ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ അതവിടെ വന്ന് കൂടി കിടക്കും. കാരണം എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓരോ മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പൊ ക്ലാസ് മുഴുവനും അവിടെ വന്ന് കുന്നുകൂടി കിടക്കുമ്പോൾ നമുക്കത് അതിലേക്ക് ശ്രദ്ധിക്കാനേ തോന്നില്ല. അതിന് പകരം എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഡെയിലി നമുക്ക് അവൈലബിൾ ആകുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് അത് ക്ലാസ് ഒക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതർവൈസ് അതിന്റെ ബെനിഫിറ്റ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതർവൈസ് യു ഹാവ് ടു ലൂസ്. നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി കളയും. നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു കോഴ്സ് ഇങ്ങനെ പഠിക്കുക. ഒരു എന്താ പറയാ, ഒരു സ്മോൾ ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. 5 months ഉള്ളൂ. 5 months നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആഫ്റ്റർ 5 months നമുക്ക് എന്ത് ചെയ്യാം, നല്ല ജോലി HR മാനേജേഴ്സോ HR എന്താ പറയാ ഒരു ടീമിൽ നിങ്ങൾക്ക് എന്താ പറയാ ജോലിക്ക് കൊടുക്കാനായിട്ട്, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ മറ്റേത് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ. ഹോസ്പിറ്റലിലും ഉണ്ട്. ഇന്ന് HR മാനേജ്മെന്റ് ഇല്ലാത്ത ബിസിനസ് ഓർഗനൈസേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. എന്താണ് വൈ ഇങ്ങനെ ഒരു ഈ ഹോസ്പിറ്റൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മാനേജ്മെന്റ് അത്രയും ഭയങ്കര പോപ്പുലാരിറ്റി നേടാൻ കാരണം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ
ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ബിസിനസ് കൺസേൺസ്. തീർച്ചയായിട്ടും ഇത്തരം PDF ഒക്കെ കിട്ടും നിങ്ങൾക്ക്, കുഴപ്പമില്ല, PDF ഒക്കെ തരും. ഞാനിപ്പോ നമ്മൾ എടുക്കുന്നത് സിലബസിലെ കാര്യമല്ല, ഓക്കെ, സിലബസിലെ കാര്യമല്ല കേട്ടോ നമ്മളിപ്പോ പഠിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഇന്ന് നടത്തുന്നുള്ളൂ. നിങ്ങളുടെ ക്ലാസ് നാളെ ആയിരിക്കും റെഗുലർ. ഇന്ന് ക്ലാസ് തന്നെയാണ്, പക്ഷെ എങ്കിലും നിങ്ങളുടെ സിലബസ് വൈസ് ഉള്ള ക്ലാസ്സസ് നാളെ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഞാൻ ഈ ഒരു എന്താണ് HRM, എന്തുകൊണ്ട് ഈ HRM എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഇത്രയും പോപ്പുലറായി? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ബിസിനസ് കൺസേൺസ്. തീർച്ചയായിട്ടും അത് ഒന്നാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന എന്ത് ലോകത്താണെന്ന് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ബിസിനസ് തന്നെ അല്ലെ. ഒന്ന് നോക്കിയാൽ നമ്മളുടെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ യു കൻ സീ മെനി ബിസിനസ് കൺസേൺസ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് വലിയ ജോലിയുണ്ട് അല്ലെ, ചിലപ്പോൾ എന്താ പറയാ കൃത്യമായിട്ട് സാലറി ഒക്കെ വാങ്ങിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുള്ളവർ പോലും സൈഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ് ബിസിനസ് ചെയ്യുക. ബിക്കോസ് ഈ ബിസിനസ്സിന് എന്താ പ്രത്യേകത അറിയോ? ഇറ്റ് ക്യാൻ ബ്രിങ് പ്രോഫിറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ അല്ലെ. എത്രയും പെട്ടെന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഈവൺ ഇഫ് ഇറ്റ് ഈസ് പ്രൈവറ്റ് ഓർ ഗവൺമെന്റ് കൺസേൺ, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിലായിക്കോട്ടെ നമ്മൾ ജോലി ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് വിൽ ഹാവ് എ ഫിക്സഡ് സാലറി. നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഫിക്സഡ് സാലറി. ഇപ്പൊ 50,000 രൂപ, 10,000 രൂപ, 20,000 രൂപ, അങ്ങനെ ഒരു ഫിക്സഡ് സാലറി. പ്രൈവറ്റ് ഓർ ഗവൺമെന്റ് ഏത് തന്നെ ആയിക്കോട്ടെ, ഗവൺമെന്റ് സ്ഥാപനം ആയിക്കോട്ടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, നമുക്കൊരു ഫിക്സഡ് സാലറി മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നമുക്കൊന്നുമില്ല. അതേസമയം ബിസിനസിന്റെ പ്രത്യേകത എന്താ? സംടൈംസ് അതൊരു ലക്കാണ്. ഇഫ് യു ക്യാൻ ഡു യുവർ ബിസിനസ് വെരി വെൽ, എഫിഷ്യന്റ് ആയിട്ട് വളരെ നന്നായിട്ട് ഒരു ബിസിനസ് നന്നായി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്ന ഒരു മാസത്തെ ശമ്പളത്തിന് പകരം ഒരു 10 മാസത്തെ ശമ്പളം ഒരുമിച്ച് പറ്റിയെടുക്കെ എന്താ പറയാ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോ ആളുകളുടെ മൈൻഡിലൊക്കെ ഇപ്പോ എപ്പോഴും എന്ത് കണ്ടാലും അത് ബിസിനസ് മൈൻഡിലാണ് ആളുകൾ കാണുക. സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. അതുകൊണ്ട് തന്നെ അധികം മെജോറിറ്റി ഓഫ് ദ ആളുകളും എന്താണ് ഒരു ജോലി സ്ഥിരമായിട്ട് കിട്ടിയില്ലെങ്കിൽ ആളുകൾ തിരിയുന്നത് പതുക്കെ ഇതുപോലെയുള്ള ബിസിനസ്സിലേക്കായിരിക്കാം. ചെറുതുമുണ്ട് വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട് അല്ലെ. സീസണൽ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് അല്ലെ. സീസൺസ് ആയിട്ട് ഇതിപ്പോ ചില ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ ചില ആളുകൾ എന്താ പറയാ ഈ ഐസ്ക്രീം അതുപോലെയുള്ള കൂൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ പോലെയൊക്കെ തുടങ്ങാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഷേക്സ് അങ്ങനത്തെ കൂളാക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇതൊക്കെ തുടങ്ങും. ഇപ്പൊ ഭയങ്കര മഴക്കാലമൊക്കെ വരുമ്പോൾ അതിനോടുള്ള ഡിമാൻഡ് ഒക്കെ കുറച്ച് കുറയും. അന്നേരം അത് പതുക്കെ മാറ്റിയിട്ട് ഹോട്ട് ആയിട്ടുള്ള അല്ലെ ചൂടായിട്ടുള്ള കോഫി അതുപോലെ തന്നെ ടീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സും തുടങ്ങാറുണ്ട്. അപ്പൊ എവിടെ നോക്കിയാലും വി ക്യാൻ സീ ഏത് പല തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കൂണുകൾ പോലെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുളച്ചു വന്നതുകൊണ്ട് ഈ ഓർഗനൈസേഷൻസിലൊക്കെ എന്താണ് ഒരുപാട് എന്തുണ്ടാകും എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഓപ്പറേഷൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 4 കമ്പോണൻസ് ഉണ്ട്. ഒരു ബിസിനസ് നടത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 4 കമ്പോണൻസ് വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് 4 M's. 4 Mകൾ ആയിട്ടാണ് അതിനെ നമ്മൾ പറയുക. 4 കമ്പോണന്റ്. ഒരു ബിസിനസ് നടത്താനേ ഏറ്റവും അത്യാവശ്യം വേണ്ട 4 ഘടകങ്ങൾ ലെറ്റ്സ് സേ എന്തൊക്കെയാണെന്ന് അറിയാമോ? മണി, കാശ് വേണ്ടേ ബിസിനസ് ചെയ്യാൻ? വേണോ? കാശില്ലാതെ നടത്താൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? കുറച്ച് കാശ് വേണം. ദാറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ അല്ലെ. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ട ഒരു മൂലധനം നമ്മുടെ കയ്യിൽ വേണം. കാശ് വേണം, എന്നാലേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ബിസിനസ് നടത്തണമെങ്കിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡോ അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യണം അതിന് വേണ്ട മെറ്റീരിയൽസ് അതോ എന്തൊക്കെ വാങ്ങിക്കണമെങ്കിലും we should have some money. എന്ത് വേണം? പണം അല്ലെ. എന്ന് പറയുന്ന മണി വേണം. സെക്കൻഡ് വൺ ഈസ് മെറ്റീരിയൽസ്. എന്ത് ബിസിനസ് ആണോ നടത്തുന്നത് ആ ബിസിനസിന് പറ്റിയ മെറ്റീരിയൽസ് വേണം. വേണ്ടേ? ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആൾക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് വേണ്ട ബിൽഡിംഗ് കിട്ടി, പൈസ ഒക്കെ കൊടുത്ത് പണമൊക്കെ ഇറക്കി എന്ത് ചെയ്തു? ബിൽഡിംഗ് ഒരു എന്താ പറയാ ഉണ്ടാക്കി. അതിനുശേഷം ആൾക്ക് വേണ്ടത് എന്ത് ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്? തുണിയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് ആകുമ്പോൾ തുണികളാണ്. അപ്പൊ അവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആ തുണികൾ വേണം വിൽക്കാനായിട്ട്. ഓക്കെ, സോ അവർക്ക് മെറ്റീരിയൽസ് വേണം. പിന്നെ എന്താ വേണ്ടത്? ദേ ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് മെഷീനറീസ് ഓർ എക്യുപ്മെന്റ്സ്. എന്ത് വേണം? കുറെ മെഷീൻസ് വേണം, മെഷീനറീസ്.
ഇപ്പൊ ഏത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ ചെന്നാലും അവിടെ AC ഉണ്ട്, വലിയ വലിയ എന്താ പറയാ മറ്റ് തരത്തിലുള്ള മെഷീൻസ് കാണാം അല്ലെ. AC ഒക്കെ, സെൻട്രലൈസ്ഡ് AC, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ മറ്റ് മെഷീൻസ് ഒക്കെ ചില അവിടുത്തെ റിഫ്രഷ്മെന്റിന് വേണ്ടി ചിലർക്ക് ടീ ഒക്കെ അല്ലെങ്കിൽ കോഫി ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന അത്തരം മെഷീൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പല മെഷീൻസ് വേണം. മണി, മെറ്റീരിയൽ, മെഷീൻ മാത്രമല്ല, and the most important component which is referred as men. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് കൂടി ഉണ്ട്, അതെന്താ? മെൻ ആണ്. MEN, മെൻ. ആ മെന്നിനെയാണ് നമ്മൾ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പണമുണ്ട്, മെഷീനറീസ് ഒക്കെ എല്ലാം അവൈലബിൾ ആണ്, നമ്മൾ ബിസിനസ് നടത്താനുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇതെല്ലാം വെച്ച് പ്രവർത്തിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ ആര് വേണം? കുറെ മനുഷ്യ വിഭവങ്ങൾ വേണം. അവിടെയാണ് നമ്മൾ മാൻ പവർ എന്നോ ഹ്യൂമൻ റിസോഴ്സ് എന്നോ ഒക്കെ പറയുന്നത്. ആ മനുഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള മാനേജ്മെന്റ്, അതാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബിസിനസ് കൺസേൺസ്, അതായത് ഈ ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഒരുപാട് ആരുണ്ടായിരിക്കും? എംപ്ലോയീസ് ഉണ്ടായിരിക്കും. മാൻ പവർ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നോ എന്ത് വേണമെങ്കിലും പേര് കിട്ടോ. നമ്മൾ ഇപ്പൊ ഇതൊരു ബിസിനസ്, ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. മീൻസ് ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഇങ്ങനെയുള്ള പല എഡ്യൂക്കേഷണൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വി ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് ഓൾസോ ഹിയർ. ഇവിടെ കുറച്ച് എംപ്ലോയീസ് കുറച്ചധികം ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 10-14 ടീച്ചേഴ്സ്, ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ട്, പിന്നെ കുറച്ച് ടെക്നിക്കൽ ആളുകളുണ്ട്, പിന്നെ PROs നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇത് നമ്മളെല്ലാവരും എംപ്ലോയീസ് ആണ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഈ പറയുന്ന ഏത് ഓർഗനൈസേഷനിലും there will be a lot of employees depending upon the size of the organization. ഓർഗനൈസേഷന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത ഉള്ളത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റല് നോക്കിയാൽ നിങ്ങള് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതുകൂടാതെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ എന്താ പറയാ ക്ലീനിങ് സെഷനിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ എപ്പോഴും നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കുറെ ജീവനക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, പിന്നെ ലാബ് ഉണ്ട്, ഫാർമസി ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ICU ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ആൻഡ് ഓൾ ദി ആർ കോൾഡ് ആസ് എംപ്ലോയീസ്. ഇവരെല്ലാവരെയും നമ്മൾ കളക്റ്റീവ് ആയിട്ട് എന്ന് പറയും? എംപ്ലോയീസ് എന്ന് വിളിക്കും, മാൻ പവർ എന്ന് വിളിക്കും, ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മളുടെ ഈ 4 കമ്പോണൻസിൽ മണി, മെറ്റീരിയൽ, മെഷീനറി, മെൻ. ആ മെനിലാണ് കേട്ടോ 4 ഞാൻ ക്വസ്റ്റ്യൻ തരും എന്ന് നമ്മള് ടോപ്പിക്കിലല്ല ക്ലാസ് എടുക്കുന്നതെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. മോക്ക് ടെസ്റ്റ് വിൽ ബി സ്റ്റാർട്ടഡ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ മോക്ക് ടെസ്റ്റ് തരും, കേട്ടിരിക്കുക. ബട്ട് ദർ ഇസ് നോ നോട്ട് ടുഡേ. ഇന്ന് നോട്ടില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആൻസർ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4 കമ്പോണന്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇവരെ മാനേജ് ചെയ്യണം. ഇനി എന്തിനാണ് ഇവരെ മാനേജ് ചെയ്യേണ്ടത്? ഇവർക്ക് എന്താ കുഴപ്പം? വലിയ എംപ്ലോയീസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവർ എന്തിന് ഇത്ര പേർക്ക് മാനേജ് ചെയ്യണം? തീർച്ചയായിട്ടും മാനേജ് ചെയ്യണം. ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോ 2 men are alike എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആൾക്കാരെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. ഈ 2 ആളുകളിൽ ഒരുപാട് വ്യത്യസ്തതകൾ, ഡിസിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. സാമ്യങ്ങൾ ഉണ്ടാകാം ചില കാര്യങ്ങളില്, പക്ഷെ കൂടുതലും ഡിസിമിലാരിറ്റീസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. പ്രവൃത്തിയിലായിരിക്കാം, സ്വഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലായിരിക്കാം. ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ വീട്ടിൽ നിന്ന് ഏതൊക്കെ ആൾക്കാരെ വരുന്നേ? നമ്മുടെ വീട്ടില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് ഒന്ന് ചിന്തിക്കാൻ മനസ്സിലാകും, നമ്മുടെ വീട്ടില് എത്ര ആൾക്കാർ നമ്മുടെ വീട്ടിൽ ആകെ ഉണ്ടായിരിക്കും? 5 or 6 അല്ലെ? അതിൽ കൂടുതലൊന്നും ഇല്ല. അതൊക്കെ ജോയിന്റ് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ കൂട്ടുകുടുംബം ഒരു 10-20 ഒക്കെ ആളുകൾ താമസിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളിങ്ങനെ സബ്ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അല്ലെ? അങ്ങനെ അകന്നു നിൽക്കുമ്പോൾ കുറച്ച് നല്ല റിലേഷൻഷിപ്പിൽ നിൽക്കാം. അകത്ത് ഒരുമിച്ച് നടക്കുമ്പോൾ ഒക്കെ കൂടി ഇടിയിടും അല്ലെ? അതിന് പകരം നമ്മൾ എത്രയും പെട്ടെന്ന് സൗകര്യം കിട്ടുന്ന സമയത്ത് നല്ല സ്വരത്തില് എന്ത് ചെയ്യാൻ മാറുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ മാറി താമസിക്കുകയാണ്. നമ്മുടെ വീട്ടില് നമ്മളുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കള്, ചിലപ്പോൾ അച്ഛനും അമ്മയും, ഇത്രയും പേരൊക്കെ ആകെ ഉള്ളൂ. ഇവരെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒരു വീട്ടില് നിങ്ങൾ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ചില ദിവസം ചുല്ലിട്ട് താഴെ അവിടെ എന്താ പറയാ എവിടെയെങ്കിലും പോയിരിക്കുമ്പോ മടുത്ത് ഇതുങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഞാൻ മടുത്ത് എനിക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ എല്ലാ ദിവസവും വളരെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് എന്റെ മക്കൾക്ക് എന്റെ ഭർത്താവിന് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ എല്ലാ കാര്യം ചെയ്തു കൊടുക്കേണ്ട ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ എം ഓൾവേസ് ഹാപ്പി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ദിവസമാണോ എല്ലാ ദിവസവും ഉള്ളത്? അല്ല. ചില ദിവസമൊക്കെ നമ്മുടെ മൂന്ന് പറഞ്ഞു ഇതുങ്ങളെ കിട്ടട്ടെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു അല്ലെ, ഇതിന്റെ അകത്ത് കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്നു പോകും, ഇങ്ങനെയൊക്കെ മനസ്സിലെങ്കിലും തോന്നും. ചിലപ്പോ പുറത്തു പറയില്ല, ചിലര് പുറത്തേക്ക് അങ്ങനെ അടിച്ചു വിടും അല്ലെ. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഈ വീട്ടിലുള്ള നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള നമ്മുടെ മക്കള്, നമ്മളുടെ ഒപ്പം നാം ഒന്ന് നമ്മളൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡ് അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ പാരന്റ്സ്, ഇത്രയും പേര് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഹൗ ക്യാൻ വി മാനേജ് എംപ്ലോയീസ്? ഈ പറയുന്ന ഒരു ലോഡ് കണക്കിന് എംപ്ലോയീസ് ഒക്കെ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും അല്ലെ? മാനേജ് ചെയ്യാതെ വിട്ടാലോ കുഴപ്പം. ജോലിയിലായിക്കോട്ടെ എവിടെ വന്നാലും കുഴപ്പം. നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികൾ നമ്മൾ ഒന്നങ്ങോട്ട് വിട്ടു നോക്കിയേ, ലൂസാക്കി ചെയ്ത് നോക്കിയേ, അവര് തോന്നിയ വഴിക്ക് പോകും അല്ലെ. ഇപ്പൊ എല്ലാവരും ഒരു കടിഞ്ഞാണിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് നമ്മള് അവരെ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കും, നമ്മളെ കൺവെട്ടത്ത് കാണണം, ഒരു എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ എന്ത് ലേറ്റ് ആയേ, ഇത്ര 5 മിനിറ്റ് കഴിഞ്ഞല്ലോ നീ സാറായിട്ട് എന്നൊക്കെ പറയും അല്ലെ. നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു വട്ടം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവരെ നിർത്തും. പക്ഷെ അത് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിള്ളേർ? അത് മുതലെടുക്കും. ഇന്നലെ 5-10 മിനിറ്റ് വൈകി വന്നു, അമ്മ ഒന്നും പറഞ്ഞില്ല, പിന്നെ എന്ത് ചെയ്യാം, 1/2 മണിക്കൂർ പോകാം അല്ലെ. എവിടെയെങ്കിലും ട്യൂഷന് പോയതോ തിരിച്ചു വന്നപ്പോ നേരത്തെ വീട്ടിലെത്തിയില്ല, അപ്പൊ നമ്മൾ അവരെന്തൊരു അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല, അപ്പൊ നാളെ നമുക്ക് 1/2 മണിക്കൂർ ലേറ്റ് ആയാലും ഇന്നലെ ഒന്നും പറഞ്ഞില്ല, അപ്പൊ ഇന്ന് ഞാൻ വൈകി പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ യൂസ് ചെയ്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ വൈകുന്നതും. അപ്പൊ എന്ത് പറ്റും? അവരെ കൺട്രോൾ ചെയ്യുന്നില്ല. അങ്ങനെ പോയി അവര് പിന്നെ എവിടെ എത്താന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാം അവിടെ ഉഴപ്പും. എംപ്ലോയീസ് ഉഴപ്പിയാൽ എന്താ സംഭവം? അതിന്റെ റിസൾട്ട് എന്താ? ഓർഗനൈസേഷൻ വിൽ നോട്ട് കം ഇൻ ടു ഇറ്റ് സക്സസ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എംപ്ലോയീസ് ഉഴപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഔട്ട്പുട്ട്, അതായത് ഈ എംപ്ലോയീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട, നമ്മുടെ ഓർഗനൈസേഷന് കിട്ടേണ്ട ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആ ഒരു റിസൾട്ട് ശരിയായ രീതിയിൽ കിട്ടില്ല. അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷന്റെ പ്രവർത്തനക്ഷമത അല്ലെ, പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത അതൊക്കെ നശിച്ചു പോകും, അതൊക്കെ ഇല്ലാതെ ആകും. ആൻഡ് മാത്രമല്ല ഓർഗനൈസേഷൻ അട്ടർ ഫെയിലിയർ ആകും. മാനേജ്മെന്റ് എന്ത് ചെയ്യും? ആകെ നാശകൂമ്പാരാകും അല്ലെ. അവരുടെ ലാഭവും അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇല്ലാതെയാകും. അപ്പൊ അതെല്ലാം ഇല്ലാതിരിക്കാൻ the human resources, that means the manpower should be managed properly. അതുകൊണ്ട് എന്ത് വേണം? ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനൊക്കെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടവരാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന്മാരിൽ പല സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല ഈ പറയുന്ന ബിസിനസ്സിലൊക്കെ നമ്മൾ പഠിക്കാൻ ജോലിക്കായിട്ട് വരുമ്പോൾ എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വരുന്നവരാണോ? അല്ല, എല്ലാവരും പല പല വീടുകളിൽ നിന്ന് വരുന്നു. ഈച്ച് ആൻഡ് എവരി വൺ ഹാവ് ഡിഫറെന്റ് നേച്ചർ. സ്വഭാവ രീതി ഒരുപോലെയാണോ? അല്ല, സ്വഭാവ രീതിയിൽ വൈവിധ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ ഹ്യൂമൻ എന്ന് പറയുന്നതിന്റെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡൈനമിക് നേച്ചർ. മനുഷ്യന്മാർക്ക് ഒരേ സ്വഭാവവും അല്ല. മാത്രമല്ല അല്ലെ, ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ സ്വഭാവം, എന്റെ സ്വഭാവം ആയിരിക്കില്ല വേറൊരു ടീച്ചർക്ക് അല്ലെ. ബിഹേവിയർ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന രീതിയിലാവണമെന്നില്ല, എന്റെ പെരുമാറ്റ രീതിയാവില്ല, ഞാൻ പഠിപ്പിക്കുന്ന രീതിയാവില്ല, എന്റെ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള രീതികളാവുള്ളത്. അതും മാത്രമല്ല, ഇനി അത് പോട്ടെ, എല്ലാവരെയും കൂടി നോക്കുമ്പോ എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവം. അതും പോരാഞ്ഞ് ഒരാളെ മാത്രം നിങ്ങൾ മാനേജ് ചെയ്ത് നോക്കേ, ഈ ആളുടെ സ്വഭാവത്തിൽ പല സമയങ്ങളിലും വ്യത്യാസമുണ്ട് ഇല്ലേ. സ്വഭാവത്തില് നമ്മളുടെ സമയത്തിന്റെ ഇതനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പി മൂഡിലാണെന്ന് വിചാരിക്കുക. വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡിലാണെങ്കിൽ എന്താണ് പറയാ, എന്റെ റിയാക്ഷൻസ്, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചാലോ ഞാൻ അത് വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിന് റിപ്ലൈ കൊടുക്കും. അതേസമയം ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സമയത്താണ് എന്തെങ്കിലും ഒരു ചെറിയ ഇതുപോലെയുള്ള ചില ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതി വേറെയായിരിക്കും. അതുകൊണ്ടോ, അതായത് മിനിറ്റുകൾക്കും എന്താ പറയാ മണിക്കൂറുകൾക്കും ഇടവിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും എന്താണ് ഡിഫറെന്റ് നേച്ചറാണ്. മനുഷ്യന്മാർക്ക് ഭയങ്കര ഫീലിങ്സ് ഉള്ള ആളുകളാണ് അല്ലെ.
ഏറ്റവും കൂടുതൽ ഈ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ്. ഒന്ന് എന്താ പറയാ, ചിരിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ മറ്റൊന്നാണ് എന്ത്, നമ്മളുടെ ഫീലിങ്സ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കും. അതേസമയം അതുങ്ങൾക്ക് അതില്ല, അവർക്ക് ഫീലിങ്സ് ഇല്ല അല്ലെ. ഏറ്റവും കൂടുതൽ ഇതുള്ളത് ഒരു ഫീലിംഗ് റിഫ്ലക്ട് ചെയ്യുന്നത് മനുഷ്യരിലാണ്. ഇങ്ങനെയുള്ള ഈ ഡൈനമിക് നേച്ചറുള്ള ഹ്യൂമൻ ബീയിങ്സിനെ അതല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുണ്ടോ ഗുണം? അല്ലെങ്കിൽ ഈ കോഴ്സ് എന്തിനാ നമ്മൾ പഠിക്കുന്നത്? എന്തിനായിരിക്കും? അതെ, നിങ്ങൾ ഇതുപോലെയുള്ള ഓർഗനൈസേഷനിൽ HR-കളായിട്ട് ജോലിക്കായിട്ട് പോകുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക അല്ലെ. വളരെ സൂക്ഷ്മമായിട്ട് അവരെ നിരീക്ഷിച്ച് അവരുടെ ബിഹേവിയറൽ, അവരുടെ നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എങ്ങനെ അവരോട് നല്ല രീതിയിൽ നിന്ന് നമ്മൾക്ക് അവരെ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് ഈസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. എംപ്ലോയീസ് ജോലി ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം അതേസമയം തന്നെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് മാറണം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ജോലി. അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി അത്ര ചില്ലറ കാര്യമൊന്നും അല്ല അല്ലെ. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക. പണത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം, എന്ത് മെഷീൻസിനെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം, എന്ത് മെറ്റീരിയൽസും നമുക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം, മാനേജ് ചെയ്യാം. പക്ഷെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പക്ഷെ എങ്കിലും മാനേജ് ചെയ്യാതെ പറ്റില്ല. എന്നാൽ മാത്രമേ ഓർഗനൈസേഷന് അതിന്റെ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഫുള്ളി അവെയർ ഓഫ്. അപ്പൊ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ എന്തായിരിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ എപ്പോഴും നല്ല ബോധ്യം, ഒരു നല്ലൊരു അവയർനെസ് ഈ പറയുന്ന ഓർഗനൈസേഷൻസിന് എംപ്ലോയീസിനെ കുറിച്ചൊക്കെ ഉണ്ടായിരിക്കണം. മാത്രമല്ല എംപ്ലോയീസിന്റെ നീഡ്സ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഈ ഓർഗനൈസേഷൻ മുന്നിൽ കരുതി വേണം അവരെ എന്ത് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നു, എംപ്ലോയീസ് ജോലി ചെയ്യുന്നു, they have to be given their compensation അല്ലെ. അവരുടെ ജോലി ചെയ്യുന്നതിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? റീസണബിൾ ആയിട്ടുള്ള സാലറി ആണോ, വേജസ് ആണോ, എന്താന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുക്കണം. പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാതിരിക്കുക, കൂലി കൊടുക്കാതിരിക്കുക, ഈസ് ഇറ്റ് എ ഗുഡ് പ്രാക്ടീസ്? അതൊരു നല്ല കാര്യമാണോ ഓർഗനൈസേഷനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും അല്ല. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ റീസണബിൾ ആയിട്ടുള്ള കൂലി കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരും. ശരിയായ രീതിയിൽ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നുണ്ടോ, അവരുടെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട ഇനി അതർ അലവൻസസ്, മറ്റേതെങ്കിലും തരത്തിലുള്ള അലവൻസ്, ഡിയർ മാസ് അലവൻസോ, ട്രാവലിംഗ് അലവൻസോ, അല്ലെങ്കിൽ ബോണസോ, PF ഒക്കെ പിടിച്ചു വെച്ചിട്ട് അതൊക്കെ തിരിച്ചു കൊടുക്കാതിരിക്കോ, ഇതൊക്കെ നോക്കണം. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരും. കൂടാതെ റിക്രൂട്ട്മെന്റ്, പുതിയ പുതിയ എംപ്ലോയീസിനെ വേക്കൻസി വരുമ്പോൾ അവിടെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നോക്കി കാണേണ്ടത്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എസെൻഷ്യൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇഗ്നോറിംഗ് ഹ്യൂമൻ എന്ന് പറയുന്ന കമ്പോണന്റ്, നമ്മൾ ഹ്യൂമൻ കമ്പോണന്റിനെ കണ്ടില്ല, അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്തില്ല, അവരുടെ പരാതികളോ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കേട്ടില്ല, ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓർഗനൈസേഷനും cannot attain its success. തീർച്ചയായിട്ടും അത് അതിന്റെ വിജയത്തിലേക്ക് എത്തില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ വിജയം മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ മാക്സിമം മാനേജ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ പരമാവധി മാനേജ് ചെയ്യുക, അവരെ പരമാവധി തൃപ്തരാക്കുക എല്ലാ രീതിയിലും. ഒരുപാട് ഇപ്പൊ ചില ഓർഗനൈസേഷനിലൊക്കെ ഓവർ ടൈം ആയിട്ട് ഭയങ്കരമായിട്ട് കൂടുതൽ സമയമൊക്കെ ഡ്യൂട്ടി ടൈം ഒക്കെ കുറെ എന്താ പറയാ ഭയങ്കര വലുത് എന്ന് വെച്ചാൽ ഇപ്പൊ 8 to 8 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമാണ് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അല്ലെ. അവർ റെസ്റ്റ് ഇല്ലാതെ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ ഡ്യൂട്ടി ടൈം ഒക്കെ കാണാൻ സാധിക്കും അല്ലെ. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അവർ അവകാശപ്പെടും. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ അങ്ങനെ ഒരു സജഷൻസ് അധികം വെക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ എങ്കിലും ആളുകളൊക്കെ അവരുടേതായ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസും കൂടി ഒക്കെ ഒത്തുചേർന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് മാനേജ്മെന്റിലേക്ക് അറിയിക്കും. മാനേജ്മെന്റിലേക്ക് നേരിട്ടല്ല അറിയിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരാണ്.
ഓക്കെ, എംപ്ലോയീസിന്റെ കാര്യങ്ങൾ, എംപ്ലോയീസിന് എന്ത് സങ്കടങ്ങളോ പരാതികളോ പരിഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതിനെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ HR മാനേജർ. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ പറയേണ്ടത് എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് HR മാനേജറാണ്. HR മാനേജറിനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇന്റിമേറ്റ് ചെയ്യേണ്ടത്. HR മാനേജറിന്റെ ആബ്സെൻസിൽ വേണമെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഇപ്പൊ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പറയാൻ കാരണം ഹോസ്പിറ്റൽസിലാണ് ഒരു കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. പണ്ടത്തെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് ഒക്കെ സേവനമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് അല്ലെ. വെൽഫെയർ ഓഫ് ദ പബ്ലിക്, മനുഷ്യന്മാരുടെ ക്ഷേമം, സേവനമായിരുന്നു എന്താ പറയാ അവരുടെയൊക്കെ അൾട്ടിമേറ്റ് ഗോൾ. ഏത് ഹോസ്പിറ്റൽസിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ക്ഷേമം തന്നെയായിരുന്നു അല്ലെ. എന്നാൽ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാറി. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസും ഒക്കെ ഈ ആതുര സേവനം അല്ലെങ്കിൽ ഇത്തരം സേവനം എന്നുള്ള മൈൻഡ് മാറി. ഇപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്തുണ്ടാകല, മാക്സിമം പ്രോഫിറ്റ് ആണ് അല്ലെ, പരമാവധി ലാഭം ഉണ്ടാക്കുക. അപ്പൊ ഏത് ബിസിനസിന്റെയും ലക്ഷ്യം പരമാവധി ലാഭം ഉണ്ടാക്കലാണ്. അപ്പൊ ഈ ലക്ഷ്യത്തിലേക്കുള്ള പാതയില് എംപ്ലോയീസിന്റെ എന്താ പറയാ ആക്ടിവിറ്റീസ്, എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും, ബിഹേവിയേഴ്സ്, അവരുടെ വർക്കിംഗ് സിറ്റുവേഷൻസിലുള്ള അവരുടെ ബിഹേവിയർ, ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉള്ളത്. ഓക്കെ, അപ്പൊ അത്തരം മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. എന്തിനാണ് ആളുകൾ എംപ്ലോയീസ് ജോലിക്കായിട്ട് പോകുന്നത്? എന്തിനാണ് ആളുകൾ ജോലിക്ക് പോകുന്നത്? പറയാമോ? എന്തൊക്കെ കാര്യങ്ങൾക്കാ? നമ്മളിപ്പോ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുകയാണ്. ആഫ്റ്റർ 5 months you will be certificated and you will also be in search for some job അല്ലെ. നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാനായിട്ട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് അന്വേഷിച്ചു തുടങ്ങും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മളുടെ ഈ ഒരു ജോലി, എന്തുകൊണ്ട് നമ്മൾ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു? എല്ലാവരുടെയും ഒപ്പീനിയൻ ഒന്നാണോ? ഒരു ജോലി കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് ഇന്ന കാര്യത്തിനാണ്, ഒരു പർട്ടിക്കുലർ ഒരു കാരണം പറയാമോ? ഇന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ജോലി ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ്? ഇല്ല, എല്ലാവർക്കും അവരവരുടേതായ ചില റീസൺസ് ഉണ്ട് അല്ലെ ജോലിക്ക് പോകുന്നതിന്. ചില ആളുകൾ ഫോർ സാലറി, ബാഡ്ലി ഇൻ നീഡ് ഓഫ് സം മണി. തീർച്ചയായിട്ടും ചില ആളുകൾക്ക് കാശിന് നല്ല അത്യാവശ്യമുള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ പൈസ വേണം നമുക്ക് അല്ലെ, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, അതിനുവേണ്ടി എനിക്ക് ജോലിക്ക് പോകണം എന്ന് അല്ലെ. വീട്ടമ്മമാരായാലും അതല്ലെങ്കിൽ ഇപ്പൊ ജോലിയില്ലാതെ കുറെ ഡിസ്റ്റന്റ് ആയിട്ട് പഠനമൊക്കെ നിർത്തി, കുറച്ചു നേരം മുമ്പൊക്കെയാ പഠിച്ചത്, കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്, പിന്നെ കുറെ ലാബ് വന്നു, കല്യാണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറെ സമയങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞു, വെറുതെ ഒക്കെ പോയി. ഇപ്പൊ നമുക്ക് വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി പഠിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ജോലി വേണം. ആ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലര് സ്വന്തം ഡിപ്പെൻഡന്റ് ആകാതെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെന്താ, ചിലര് എന്തിനാ വേണ്ടിയിട്ടാ, നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പൈസയേക്കാൾ ഉപരി ആ ഒരു ടൈം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലായി ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, അതിനു വേണ്ടിയിട്ടും ജോലിക്ക് പോകുന്നവരുണ്ട്. പിന്നെന്താ, വെറുതെ സമയം കളയാൻ വേണ്ടി, എന്താ പറയുക, ചില ആളുകൾ അങ്ങനെയാണ്, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ജോലിക്ക് പോകുന്നവരും ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് പർപ്പസ് ആണ് ഓരോ ആളുകളും ജോലിക്ക് പോകുന്നതിന്. അപ്പൊ അങ്ങനെ പല ആളുകളും പല പർപ്പസിലാണെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അപ്പൊ ഈ വരുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നിന്ന് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ഡിഫറെന്റ് നേച്ചർ ഉള്ള, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീലിങ്സ് ഉള്ള ആളുകളെ എല്ലാം ഒരു റൂഫിന്റെ കീഴിൽ വരുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഇന്ററാക്ഷൻസിൽ they may have some problems, they may have some disputes, അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ 6 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഓരോ ടീച്ചേഴ്സും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊഡ്യൂൾസ് വീതമായിരിക്കും അവർ വന്നിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇപ്പൊ ഫസ്റ്റ് ഒരു മൊഡ്യൂള് ഒരു ടീച്ചർ എടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു മൊഡ്യൂള് അടുത്ത ടീച്ചർ അവരുടെ ക്ലാസ്സിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
അല്ലാതെ ഒരാള് പഠിപ്പിച്ചിട്ട് ആ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ആ മൊഡ്യൂളിന്റെ അടുത്ത ഭാഗം തുടങ്ങിയല്ല അടുത്ത ടീച്ചർ വന്നെടുക്കാം. ഈ 6 modules ഈ ഹാൻഡ്സ് ഓഫ് ടീച്ചേഴ്സ്, ഓരോ ടീച്ചേഴ്സിന്റെയും കൈകളിലായിരിക്കും. ആകെ 3 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഉണ്ടാവുക. ഓക്കെ, അതായത് ടൈം ടേബിൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ 3 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുക. വൺ ഈസ് മീ, ഒന്ന് ഞാനാണ്, പിന്നെ ബാക്കി 2 ടീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, എന്റെ ക്ലാസ് മാത്രം ഒരു ദിവസമാണ്, ബാക്കി ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ 2 ദിവസം ഇതായിരിക്കും. ഓക്കെ, അപ്പോ ശരിക്കും ഇന്നായിരുന്നില്ല എന്റെ ക്ലാസ്. ഞാൻ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നത് കേരളപ്പുറത്ത് ഞാൻ അങ്ങനെ കയറിയത് മാത്രം. എന്റെ ക്ലാസ് ഐ തിങ്ക് വെനസ്ഡേ ആണെന്ന് തോന്നുന്നത് ടൈം ടേബിളില്. ഓക്കെ, അപ്പൊ എന്റെ ക്ലാസ് അല്ല, പകരം ഞാൻ ഇന്നൊരു ഇൻട്രോക്ക് വേണ്ടി നിങ്ങളെ കാണാനും യെസ് വെനസ്ഡേ ആണ്. അപ്പൊ എന്റെ പേര് മറക്കണ്ട കേട്ടോ, നിഷ എന്നാണ് എന്റെ പേര്. നമ്മൾ ആരെങ്കിലും എന്നെ നേരത്തെ കണ്ടവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? കണ്ടവര് ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം അറിയോ? ആരത്? അനില ജോഷിയാണോ? യെസ്, അനില ജോഷി ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ? യെസ്, ഓക്കെ. ഇവിടെ നമ്മളുടെ ഇവിടെ തന്നെ നമ്മളോടൊപ്പം കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു അനില ഇവിടെ ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചേർന്ന ആളാണ്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, കണ്ടല്ലോ, രണ്ടാമത് അവര് മറ്റൊരു കോഴ്സിന് ജോയിൻ ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടുള്ള ട്രസ്റ്റ് ആണ് അവരെ വീണ്ടും ഈ ഒരു കോഴ്സിന് പുതിയൊരു വേറൊരു എന്താ വെച്ചാൽ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സ് ആണെങ്കിൽ കൂടി നമ്മൾ ആലോചിക്കുക. അത്തരം ഒരു കോഴ്സിന് അനില ജോയിൻ ചെയ്തിട്ടുണ്ട്. അനില മാത്രമല്ല വേറെ ആരോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവർ പേടിക്കണ്ടെന്ന് മനസ്സിലായോ? അതിനാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചത്. നമ്മളോടൊപ്പം നേരത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, കൂടാതെ ഇപ്പൊ ഇതേ കോഴ്സ് തന്നെ പഠിക്കുന്ന വേറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് എന്തുകൊണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരിടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും കൊണ്ടുപോയി നമ്മളവിടെ തലവെച്ച് കൊടുക്കില്ലല്ലോ അല്ലേ? കൊടുക്കോ? ഇല്ല. നമുക്കവിടെ സെറ്റ് ആയില്ല, നമുക്കവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് ശരിയല്ല, അവർ എങ്ങനെയാണ്, അവർ ഫേക്ക് ആണ്, അവർ വലിയ ക്ലാസ് വെറുതെ പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും HRM എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനെ ചേരുക. ബിക്കോസ് ഇതൊക്കെ വളരെ ഷോർട്ട് പീരീഡിലുള്ള കോഴ്സസ് ആണ്. ഇത്തരം കോഴ്സസ് കുറേയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജോലി കിട്ടണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു മേഖല, ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെ ജനിച്ച് ജീവിച്ച് എന്തൊക്കെയോ സമയങ്ങൾ കഴിച്ചു കൂട്ടി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിലല്ലോ കാര്യം അല്ലേ? ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ സാഹചര്യം കിട്ടി, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞാൻ പറയും അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാതെ എനിക്ക് ഇന്നത് പഠിച്ച് എനിക്ക് ജോലി കിട്ടോ, കുറെ സംശയങ്ങളാണ്. ഇത് പഠിക്കാൻ വല്ല ഗുണമുണ്ടോ, ജോലി കിട്ടോ, അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും എനിക്ക് കിട്ടുന്ന ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ കോഴ്സ് എനിക്ക് എന്താണെന്ന് മനസ്സിലായി, അതിൽ എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിലാണ് ഞാൻ ഹാപ്പി കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. അല്ലാണ്ട് എനിക്ക് ഇത് പഠിച്ചിട്ട് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ചിലപ്പോ ഏത് വഴിക്കാ നമ്മളുടെ ഒരു അവസരം നമുക്ക് വേണ്ടി തെളിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചവർക്കും HRM എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവർക്കും രണ്ടു കൂട്ടർക്കും ഈ ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടാൻ സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസും ഉള്ള കോഴ്സുകളാണ് ഇത് രണ്ടും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയാലും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം. HRM ഹോസ്പിറ്റൽസിലൊക്കെ ഇന്ന് HRMനൊക്കെ ഭയങ്കര സാധ്യതകളാണ്. ഹ്യൂമൻ റിസോഴ്സ് ചില ഹോസ്പിറ്റൽസിലൊക്കെ നഴ്സിനേക്കാളും കൂടുതൽ സാലറീസ് ആണ് HRMനും HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഓഫർ ചെയ്യുന്നത്. കാരണം മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ, ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യണം. മറ്റേതാണെങ്കിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണം അല്ലെ? അവർക്കുണ്ടാകുന്ന ഗ്രീവിയൻസ്, പ്രശ്നങ്ങള്, ഡിസ്പ്യൂട്ട്സ്, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ്, സെലക്ഷൻസ്, ഇതിലൊക്കെ നമ്മളുടേതായ ഒരു ഭയങ്കരമായ ഇമ്പോർട്ടന്റ് റോൾ നമുക്ക് വഹിക്കാനുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ഇന്ന് HRMന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരിക്കലും ആകില്ല. പഠിക്കുന്നത് എപ്പോഴും ഇറ്റ്സ് ആൻ അസറ്റ്. ഐ തിങ്ക് ആ കിട്ടുന്ന നോളജ്, അറിവെന്ന് പറയുന്നത് അസറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതൊരു വലിയ ആസ്തിയാണ് അല്ലെ? നമുക്ക് കിട്ടുന്ന അറിവുകൾ വലിയ സ്വത്ത് സമ്പത്തായിട്ട് കൺസിഡർ ചെയ്യണം. അല്ലാതെ വെറുതെ ആയിപ്പോയി അന്ന് പഠിച്ചത് ഒരു കാര്യം ഉണ്ടായില്ല, ഇതുവരെയായിട്ടുമായി ബന്ധപ്പെട്ട ജോലി കിട്ടില്ല, ആ ഒരു മൈൻഡ് നമ്മൾ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഒരിക്കലും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട. അങ്ങനെ ഞാൻ പഠിച്ചു, അതെ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് അറിവ് കിട്ടി,
അവിടെ ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളത് പഠിച്ചു, എനിക്ക് മനസ്സിലായി അല്ലെ. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കിനിടയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻ അല്ലെ പറയാനും കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണാവോ HR പറയുന്നത്, എന്താണാവോ ഞാൻ കേട്ടത് പോലും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാതിരിക്കണ്ടേ അല്ലെങ്കിൽ അല്ലെ. അപ്പൊ അത്തരം ഡിസ്കഷൻസിലൊക്കെ നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, അതിനൊക്കെ വേണ്ടി. അപ്പൊ ഏത് ടോപ്പിക്കിനെ കുറിച്ചും അറിവ് നേടുക എന്നുള്ളത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നിങ്ങൾ ഒരുങ്ങി എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും, പേടിക്കൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസിങ് എന്തെങ്കിലും, അതായത് നമ്മളുടെ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും നമ്മളുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസിനെ സംബന്ധിക്കുന്ന കാര്യമായിക്കോട്ടെ, ഇഫ് യു ആർ നോട്ട് സോ എന്താ പറയാ ഇത്രയും നിങ്ങൾ എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് യു ജസ്റ്റ് ഇൻഫോം മീ. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ടീച്ചറെ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, അത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ വേണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിക്കുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ അല്ലെ, അങ്ങനെയല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ അത് അതിലേക്ക് അറിയാം, ചോദിച്ചാൽ മതി. എന്ത് നമ്മൾ പേടിക്കൊന്നും വേണ്ട, ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പിന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഒന്ന് എല്ലാ ദിവസവും അതൊന്ന് വായിച്ചു നോക്കാനായിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന്റെ ആ ടോപ്പിക് 1-2 പ്രാവശ്യം എടുക്കുന്ന 1 മണിക്കൂറേ ക്ലാസ് എടുക്കുള്ളൂ. ആ 1 മണിക്കൂറിൽ ടീച്ചർ എന്താണോ എടുത്തത് അതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റുകളിൽ പോയി മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിന് അത് അടച്ചു വെച്ചിട്ട് ആൻസർ ചെയ്യാം. അത് തുറന്നു വെച്ചിട്ടല്ല, നിങ്ങൾ 2 പ്രാവശ്യം വായിക്കാം. ടീച്ചർ ഇപ്പൊ ചിലപ്പോ 2 അല്ലെങ്കിൽ 3 പേജസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ബിഗിനിങ്ങിലൊക്കെ അത്രയും മൂവ് ചെയ്യുള്ളൂ. കാരണം എല്ലാവരെയും നമുക്ക് ആ ഒരു ഇതിലേക്ക്, ആ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരാൻ ഒരു ഇച്ചിരി അല്ലെ, എന്ത് കാര്യം തുടങ്ങാൻ ഇച്ചിരി ലാഗ് ആകും അല്ലെ. തുടങ്ങിയ ഒരു വേയിലാണ് നമ്മൾ കുറച്ച് പകുതി പിന്നിടുമ്പോഴായിരിക്കും അത് വേഗം ക്ലിയർ ചെയ്ത് സ്മൂത്ത് ആകുക. അപ്പൊ അത് കാര്യം ആലോചിക്കാം. അപ്പൊ അത്രയ്ക്ക് എടുക്കുള്ളൂ. അപ്പൊ ആ 1-2 പേജ് എടുക്കുന്നത് 1-2 പ്രാവശ്യം മനസ്സിരുന്ന് വായിക്കുക. ആൻഡ് ബുക്ക് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആൻസർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ആൻസർ കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഞങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന്. അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചാൽ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നില്ല. അതില്ലെങ്കിൽ നമ്മള് ഭയങ്കര പ്രശ്നമാകും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ അതും കൂടി സൂക്ഷിച്ചോളണം. അതും കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ എന്താ പറയാ, പിന്നെ നിങ്ങൾക്ക് ഈ പോർഷൻ എടുക്കുന്നത് ടൈം ടേബിളിൽ ആരൊക്കെയാണ്? ട്രീസ മിസ് ഉണ്ട് അല്ലെ, ഞാനും ട്രീസ മിസ്സും അപർണ എന്ന് പറയുന്നൊരു മിസ്സും ആണ്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ മൊഡ്യൂൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന മൊഡ്യൂള് ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ്. ഏറ്റവും അവസാനത്തെ മൊഡ്യൂള് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം അതുകൊണ്ട് തന്നെ HRM-ന്റെ ടോപ്പിക്കിലും ആ പരാതികൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എനിക്കും എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും ആ ലാസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ബാക്കി അവരുടെ ടീച്ചേഴ്സ് അവർക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഇന്ന് ഞാൻ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഓർമ്മിച്ചെടുത്ത്, എന്താണോ പറഞ്ഞതൊക്കെ ഓർമ്മിച്ചെടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. ഞാൻ നിങ്ങൾക്കിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ടോപ്പിക്കിലെല്ലാം ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയിട്ടില്ല, സിലബസിലുള്ള മൊഡ്യൂൾസ് നമ്മൾ തുടങ്ങിയില്ല ഇന്ന്. ജസ്റ്റ് ഞാൻ എന്താണ് HR എന്ന്, HR മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇത്ര പോപ്പുലർ ആയി, ഏതൊക്കെയാണ് മാനേജ് ചെയ്യപ്പെടേണ്ട മേഖലകളിൽ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാൻ പവർ എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടാ. ആ 4 M's മറക്കണ്ട. 4 കമ്പോണൻസ് ഞാൻ പറഞ്ഞു. M-ലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് ആണ്. ഏതൊക്കെയാ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. കേട്ടോ, ഈ 4 M. 4 M-കൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്നത്. ആ മെന്നാണ് ഹ്യൂമൻ റിസോഴ്സ്. ആ M-കൾ ഇങ്ങനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ 4 M എന്ന് ഉപയോഗിച്ചു. ആ MN എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഹ്യൂമൻ റിസോഴ്സ്. കേട്ടോ, അപ്പൊ അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് മോക്ക് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യാം.
നമ്മുടെ ടോപ്പിക് സിലബസ് അല്ല എടുത്തത്. വീണ്ടും ഞാൻ പറയാണ്, ടീച്ചർ എവിടെ നോക്കിയിട്ടാ ഇത് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നേ, അതിന്റെ നോട്ട് കിട്ടിയില്ലല്ലോ എന്ന് പരാതിയും പരമാവും ആരും പറയണ്ട. നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടല്ല എടുത്തത്. ജസ്റ്റ് ഒരു ഇൻട്രോയാണ് HR എന്നതിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അതില് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഫ് യു കൻ ആൻസർ ഇറ്റ്. അല്ല ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചോ, ഞാൻ എന്താണെന്ന് അതിന് ആൻസർ പറഞ്ഞിട്ടാണ്. ഓക്കെ, പറ്റും എല്ലാവർക്കും, കാരണം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, തുടക്കം തന്നെ ചോദിക്കാതിരുന്നത് സമയം പോയാലോ എന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളവരാണോ ജോയിൻ ചെയ്തിരിക്കുന്ന? 40 കുട്ടികളായി ആണോ? ദൂരെയുള്ളവരാണ് എല്ലാവരും? നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈവൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ? തൃശ്ശൂരാണ്. ശരി, ഓക്കെ. അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ചെറുത്താണ്. കലൂരുണ്ട്. ഓക്കെ, ഒമാനിൽ നിന്നുണ്ട് ഐഷ. ഓക്കെ, ഐഷ. എറണാകുളം, കളമശ്ശേരി. ഓക്കെ, കൊല്ലം, വയനാട്, കണ്ണൂർ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലുള്ളവര്. കുറച്ചുള്ളവര് എറണാകുളം, തൃശ്ശൂർ അടുത്ത ഭാഗത്തൊക്കെ ഉള്ളവര് കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി പാലക്കാട്, പത്തനംതിട്ട ഒക്കെ ഉള്ളവരാണ് അല്ലെ? നമുക്ക് ഇത്രയും കുട്ടികളൊക്കെ അധികം ഉള്ളത് കൊണ്ട് നമ്മള് ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ച് നമുക്ക് എന്താ പറയാ പരിചയപ്പെടാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം കോട്ടയിൽ കോവിലകന്മാരാണ് ശ്രീരാജ്. അപ്പൊ ഏറ്റവും അടുത്തുള്ള ആളെന്തേ ഉണ്ടാതിരുന്നേ ഇത്ര നേരം? ശ്രീരാജ്, ശ്രീരാജ് കോട്ടയിൽ കോവിലകത്ത് ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് തന്നെ ഉള്ളതാണ്. ഈ അടുത്ത് തന്നെ ഉള്ളതാണ്? അതെ അതെ. ക്യാമറ ഓൺ ആക്കോ? ക്യാമറ ഓൺ ആക്കാൻ ഞാനിപ്പോ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഞാൻ ലുലുവിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആണോ? അപ്പൊ ഞാൻ കുറച്ച് ബ്രേക്ക് ആയിട്ട്. അതെ അതെ അതെ. അതെ അല്ലേ? ഇവിടേക്ക് വരാറുണ്ടോ? എവിടാ? ചെന്നമംഗലത്തല്ലേ? ഞാൻ പഠിച്ചത് പാലിയേക്കാണ്. ശരി ശരി. ഞാൻ ഇന്നും കൂടെ ഇപ്പൊ അതില് പാസ് ചെയ്ത് വന്നോട്ടു. ഇപ്പൊ അതിലേക്ക് പാസ് ചെയ്ത് പോയി? അതെ അതെ അതെ. ഞാൻ ഡ്യൂട്ടിയിലെ ഉണ്ടായിരുന്നാണ്. പക്ഷെ ഡ്യൂട്ടി കുറച്ച് പ്രശ്നം കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ക്ലാസ് ടൈമില്ലാത്ത വ്യത്യാസമുണ്ട്. പിന്നെ ഡ്യൂട്ടി ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് റിസൈൻ ചെയ്യേണ്ടി വന്നു. റിസൈൻ ചെയ്തു. പിന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഓക്കെ ശ്രീരാജ് അപ്പൊ ഈ വഴിക്കൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ഒന്ന് ഇവിടെ കയറുക. ചെന്നമംഗലം സ്കൂളിന്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ്, അറിയാലോ അത് അല്ലേ? എനിക്കറിയാം. അപ്പൊ ഒന്ന് കയറിയിട്ട് പോവുക. എല്ലാവർക്കും റെപ്രസെന്റേറ്റീവ് ആയിട്ട് ശ്രീരാജിനെ കണ്ടോളാം. ഓക്കെ, ശ്രീരാജ് കണ്ടിട്ടുണ്ടോ? ഇല്ല മാം, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഓക്കെ, കണ്ടിട്ടില്ല. ഓക്കെ, കരിമ്പാടം സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട്. അതിലേക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നത്. കരിമ്പാടത്തല്ലേ? ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു ശ്രീരാജ്. അപ്പൊ ഇടയ്ക്ക് ശ്രീരാജ് വരുമ്പോ ഒന്ന് കയറുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തായിട്ടുള്ള ശ്രീരാജ് ആണ് കേട്ടോ. ശ്രീരാജിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെ നിങ്ങൾ എല്ലാവരെയും കാണണം, പരിചയപ്പെടണം. എപ്പോഴാ കാണാൻ പറ്റുക? നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേ ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതിലേക്ക് പാസ് ചെയ്യോ, ഡോക്ടർ പറവൂരുമായി ബന്ധപ്പെട്ട് വരികയോ എറണാകുളത്ത് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറണാകുളത്ത് നിന്നൊക്കെ അധികം ദൂരമൊന്നുമില്ല നമുക്ക് ഇവിടേക്ക് എത്താനായിട്ട്. വന്നു കഴിയുമ്പോ വന്നിട്ട് നമ്മളെയൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്ന കാര്യം നമ്മുടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാക്കുള്ള ടീച്ചേഴ്സിന്. അത് നിങ്ങളൊന്ന് ഓർക്കുക. എന്താ പറയാ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്ന് കാണുക, ഒന്ന് ഓടി വരിക. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു വിശേഷം ടീച്ചേഴ്സിനോട് ചോദിക്കുക, ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ആ മാസത്തെ സാലറി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് കുട്ടികളെ ഒന്ന് കാണുമ്പോ അവരുടെ വായന എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് എത്ര ചെറിയ കുട്ടികളായാലും വലിയ സ്റ്റുഡൻസ് ആയാലും ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫീലിങ്സ് ഉള്ള ആളുകളാണ് മനുഷ്യന്മാര്. അപ്പൊ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫീലിംഗ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അറിയാതെ ഇതുപോലുള്ള ചില എന്താ പറയാ, അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്, ഒരു മൂഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങൾ കിട്ടുമ്പോ എല്ലാവരും വരാൻ നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ ഇതിപ്പോ 38-39 പേരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
ഇതിന്റെ മൊത്തം സ്ട്രെങ്ത് ചിലപ്പോ ഒരു 200 സംതിങ് ഒക്കെ ഉണ്ടാകും. ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു കോഴ്സ് ഇവര് കൊണ്ട് ചേർന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോകെ പോകെ ഇതുപോലെ ഓരോരുത്തരെയൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയൊക്കെ കാണാൻ പറയും, അന്നേരം ചെയ്യണം. ഓക്കെ, ഇവിടെ ആരാണ്? ജാസ്മി ഷാൻ അല്ലെ, ഫുൾ ടൈം അവിടെ ആള് ക്യാമറ ഓൺ ആക്കി ഇരിക്കുകയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മി. അപ്പൊ അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ക്യാമറ ഓൺ ആക്കി സൗണ്ട് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും ആളെ കുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാലോ അല്ലെ. ഇതിപ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടേ ഇതുപോലെ മ്യൂട്ട് ചെയ്ത് ക്യാമറ ആരും തന്നെ ഓൺ ആക്കില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ കോൺവെക്കേഷൻ സെറമണി സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി വരുമ്പോ നമ്മളെ അവർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അവരെ അറിയണ്ടേ. എല്ലാവരും കൂടി ഒരുമിച്ച് പാരന്റ്സോ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടുന്ന് നമുക്ക് ആ ക്യാപ്പിംഗ് സെറമണിയുടെ ഡ്രസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഇതാണ് സ്റ്റുഡന്റ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ കൂടെ വരുന്നവരിൽ ആരാ സ്റ്റുഡന്റ് എന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ അവർ ഓടി വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് മിസ് ഞാനാണ് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പേര് പറയുമ്പോഴറിയാം. അതല്ലാതെ അറിയാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ആരുടെയും ഒരു മുഖം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഓണാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ഓണാക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ചാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊപ്പം നിൽക്കില്ലേ? യെസ്, നിങ്ങളൊപ്പം നിന്നാലാ നമുക്ക് അതിന്റെ ഒരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ, പോസിറ്റീവ് ഒരു എനർജി അല്ലെ. നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആണ് അല്ലെ, ഇതൊക്കെ എങ്ങനെ പഠി അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ നിന്നെങ്കിൽ തന്നെ നമ്മൾക്കും അവരനുസരിച്ച ക്ലാസ്സുകൾ അങ്ങനെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല അല്ലെ. നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസ് ഷുഡ് ബി പോസിറ്റീവ്. നിങ്ങളുടെ റിയാക്ഷൻസ് നമ്മളെ പോസിറ്റീവായിട്ട് ഇതുപോലെ കണ്ടോ തമ്പായിട്ടോ യെസ് ആയിട്ടോ എന്താ പറയാ അങ്ങനെയുള്ള സൈനുകളായിട്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്താ പറയാ കുറച്ച് എനർജി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എവിടെ ഉള്ളിൽ നിന്നൊക്കെ വീണ്ടും താനെയൊക്കെ കുറെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് വരണമെങ്കിൽ നിങ്ങളുടെ മുഖം കാണാനില്ല കുറെ പേരുടെയൊക്കെ. അപ്പൊ ഇതുപോലെയുള്ള റിയാക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ മെസ്സേജസ് ആയിട്ടൊക്കെ കമന്റുകളായിട്ടൊക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ ആണ്, ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് അല്ലെ. കൂടുതൽ പറയാനും കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ ഒരു ടെൻഡൻസി വരുന്നത് അപ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഒപ്പം നിൽക്കുക. തീർച്ചയായിട്ടും ഒരു പേടിയും വേണ്ട. ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. എടുക്കുന്ന ഭാഗം 2 പ്രാവശ്യം വായിച്ചു നോക്കുന്ന കാര്യവും മറക്കരുത് കേട്ടോ. 1 hour അല്ലേ ക്ലാസ് ഉള്ളൂ, ഒരു ദിവസത്തിൽ 1 hour ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ 1 hour ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം ടീച്ചേഴ്സിന് ഒരു 2 or 2.5 pages, മാക്സിമം പോയ 3, അതിൽ കൂടുതൽ പോവില്ല, നീങ്ങില്ല. കാരണം അങ്ങനത്തെ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള ഇതാണ് നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാകുക. തീർച്ചയായിട്ടും ഞാനെപ്പോഴും ഇങ്ങനെയാണ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കൂടി ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ എനിക്ക് എനർജി കിട്ടും പറയാനായിട്ടൊക്കെ. ഓക്കെ, ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മുന്നിലാണ്. പക്ഷെ അത് എന്റെ റിഫ്ലക്ഷൻ അങ്ങോട്ടേക്കും പുറത്തേക്ക് പെട്ടെന്ന് വരില്ല. എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് കുട്ടികളുടെ ഫേസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നും ഒന്നും തുടങ്ങിയതല്ല, കുറെ നാളുകളായി തുടങ്ങിയതാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതെന്തോ ഒരു തരം ഒരു ഇതാണ് കുട്ടികളെ ഫേസ് ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ. അപ്പൊ അതുപോലെ എനിക്ക് ക്ലാസ് എടുക്കാനും ഇഷ്ടമാണ്. പക്ഷെ നമ്മളും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ കമന്റുകള്, നല്ല നല്ല റിപ്ലൈസ്, അതുപോലെ തന്നെ സപ്പോർട്ട്, അതാണ് നമുക്കുമുള്ള എനർജിയും എന്താ പറയാ ഇൻഡ്യൂസ്മെന്റും. തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അതനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ ഇന്ന് കുറച്ചു പേരൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ കയറിയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയപ്പോ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം മുതൽ അങ്ങനെ ആകരുത്. എല്ലാവരും ഒരു 1:30 മുമ്പേ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് നോക്കുക കേട്ടാ. ഓക്കെ, കുഴപ്പമില്ല, ഇന്ന് ആദ്യത്തെ ദിവസം അല്ലേ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ ക്ലാസ്സുകളായിരിക്കും. ഇനി ക്ലാസ് ആയിരിക്കും നേരിട്ട് വരിക. ഓക്കെ, ഒരു ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു. ടീച്ചറിന് ഇൻട്രോ ആയിട്ട് കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കേൾക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആർ യു ഹാപ്പി? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക.
നമ്മള് എത്രയും കുറച്ചു നേരത്തെ ഇങ്ങനെ എന്താ പറയുക സങ്കടപ്പെട്ടോ ഇങ്ങനെ മാറിയിരുന്നാലോ ഒന്നും ഈ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്താണ് നമ്മളിലേക്ക് വരുന്നത് അത് നമ്മൾ എന്തായാലും ഫേസ് ചെയ്യണം. അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാഡ്നെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. അത് ഷെയർ ചെയ്യാൻ നമുക്കോട് ആരും വരില്ല. സോ അപ്പൊ പിന്നെ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണം? സോ ബി ഹാപ്പി ആൻഡ് ലെറ്റ്സ് സീ. ഓക്കെ ബൈ. താങ്ക് യു.